ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ജനുവരി 30 നമ്മളുടെ രാഷ്ട്രപിതാവിനെ വെടിയേറ്റ ദിവസമാണ്. ഒക്കെ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യാപകരെ എങ്ങനെ ബഹുമാനിക്കണം. നമ്മളുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനമുള്ളത് ആർക്കാണെന്നറിയോ? അധ്യാപകർക്കാട്ടോ, ഗുരുനാഥന്മാർക്കാണ്. അവരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ അധ്യാപകരെ, നമ്മൾ 4-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങുന്ന വിദ്യാഭ്യാസം, അതിനൊരുപാട് പ്രാധാന്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോഴും അവരെയൊക്കെ ചെന്ന് കാണുന്നു, അല്ലെങ്കിൽ അവരെ വിളിക്കുന്നു, അവരുടെ സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കുന്നു, ആരോഗ്യവിവരങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ ഇന്നത്തെ തലമുറക്ക് അതിലൊന്ന് കൈമോശം വന്നിക്കണോ, ചെറിയൊരു കുറവ് വന്നിക്കണോ എന്നൊരു ഡൗട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോടൊരു നിർദ്ദേശമാണ്, ഒരഭിപ്രായമാണ്. അവനവൻ്റെ അധ്യാപകരെ, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. അതൊരുപാട് വിലപ്പെട്ടതാണ്. നമുക്ക് ഏത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ, സ്കൂൾ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, നമ്മളുടെ മദ്രസാപരമായ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഏത് അധ്യാപകരാണോ, മറ്റുള്ള വിദ്യാഭ്യാസങ്ങളായിക്കോട്ടെ, ഏത് അധ്യാപകരാണോ നമ്മളെ ഉന്നതിയിലെത്താൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കിയത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അവരെ നമ്മൾ ഇടയ്ക്ക് ആലോചിക്കണം. അവരെയൊക്കെ കാണുമ്പോൾ വിനയപൂർവ്വം അവരെ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവരോട് നേരിടണം. അവരെ എപ്പോഴും അവർക്ക് അതിൻ്റെ സ്നേഹം കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളാണെങ്കിൽ അറിയിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.